ഇതിനായിട്ട് ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഈ പൊടികൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം തളിച്ചിട്ട് നല്ലോണം കട്ടിയിൽ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മാത്രം മതി, അതായത് ഒരു 1/4 കപ്പ് വെള്ളം മതി. നല്ല കട്ടിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കണ്ടില്ല, നമ്മൾ ബ്രെഡ് നല്ലോണം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. ഇതിനായിട്ട് ഞാനിപ്പം 5-6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുമല്ല, അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കടലമാവിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 ഭാഗം കുക്ക് ചെയ്തെടുക്കുക. നല്ല ക്രിസ്പിയായി കിട്ടുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓയിലിൽ നിന്ന് മാറ്റാം. ബ്രെഡ് ആയതുകൊണ്ട് അത്യാവശ്യം ചൂടായി വന്നാൽ മാത്രം ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി. തീരെ ചൂടില്ലാത്ത സമയത്ത് ഇട്ട് കൊടുക്കണ്ട. ബ്രെഡ് പെട്ടെന്ന് തന്നെ ഓയിൽ കുടിക്കും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. 4 മണിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്